മനസ്സിലാകുന്നത് എന്താണ്? കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചുമതല, ഈ ഉത്തരവാദിത്തം നിയമമനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കും. അടുത്ത ഒരു സത്യവാചകം കൂടിയുണ്ട്, ഭീതിയോ പ്രീതിയോ കൂടാതെ. നിയമം നടപ്പിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഭയം പാടില്ല. അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രീതി പാടില്ല, പക്ഷപാതം പാടില്ല. ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അജിത് കുമാർ പി ശശി കേസിൽ ചെയ്തിട്ടുള്ളത്. സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിക്ക് ആ ചുമതല നിർവഹിക്കാൻ, ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം, നിയമാനുസൃതമായിട്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. പ്രത്യേക അന്വേഷണവും ആവശ്യമാണ്. അഡീഷണൽ DGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ നിയമവിരുദ്ധമായ ഇടപെടലിന് മുഖ്യമന്ത്രി കുറ്റവാളിയാണ്, ഉത്തരവാദിയാണ്. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതുണ്ട്. ഭരണകക്ഷിയിലുണ്ടായിരുന്ന MLA തന്നെയല്ലേ അജിത് കുമാറിനെതിരെ പരാതിപ്പെട്ടത്? അവിടെയെല്ലാം ഭരണകക്ഷിയിലെ മറ്റ് കക്ഷികൾക്ക് അജിത് കുമാറിനെതിരെ പരാതി ഉണ്ടായിരുന്നില്ലേ? എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. പ്രകടമായ അഴിമതിയല്ലേ? കോടികളുടെ അനർഹ സ്വത്ത് സമ്പാദനമല്ലേ? തിരുവനന്തപുരത്ത് എല്ലാവരുടെയും കണ്ണിന് മുമ്പിൽ. അതിലൊന്നും തെളിവില്ല എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ അന്വേഷണ പ്രഹസനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് എഴുതി വയ്ക്കുക കൂടി ചെയ്തതോടുകൂടി സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വളരെ പ്രകടമാണ്, എന്തിനാണെന്ന് വളരെ പ്രകടമാണ്. കൂടുതൽ വ്യക്തമാക്കേണ്ട എന്താ അതിൻ്റെ ഉള്ളുകള്ളിയിൽ നിന്ന് കുറച്ചും കൂടി മുഖ്യമന്ത്രിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ വ്യക്തമാക്കാൻ സാധിക്കും. അവർ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടല്ലോ.